ഹായ് എവ്രി വൺ. സോ കുറേ നാളായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്നുള്ളത്. പ്രത്യേകിച്ച് കടനൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാനങ്ങനെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, റീസെൻ്റ്ലി ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഇങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഫസ്റ്റ് ടൈമാണ് ഞാൻ കുറച്ച് അധികം പ്രോഡക്റ്റ്സ് ഇങ്ങനെ വാങ്ങിക്കുന്നത്. അത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കി വെച്ചിരുന്ന പ്രൊഡക്റ്റ്സ് ആയിരുന്നു. പിന്നെ റീസെൻ്റ്ലി ആണ് നൈക്കയിൽ ഫ്രൈഡേ സെയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കി വെച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഞാനിങ്ങനെ ഓർഡർ ചെയ്തു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ലാസ്റ്റ് ഫ്രൈഡേ ഓർഡർ ചെയ്തത്, ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സാറ്റർഡേ. ഞാൻ ലാസ്റ്റ് ഫ്രൈഡേ ഓർഡർ ചെയ്തത് ആക്ച്വലി അത് ട്യൂസ്ഡേ വരും എന്നായിരുന്നു കാണിച്ചിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ട്യൂസ്ഡേ കിട്ടിയില്ല, വെനസ്ഡേ കിട്ടിയില്ല, തേഴ്സ്ഡേ കിട്ടിയില്ല. പിന്നെ ഞാൻ അവരുടെ ഹെൽത്ത് സെൻറ്ററിനെയൊക്കെ കണക്ട് ചെയ്ത് കുറേ കംപ്ലയിൻറ്റ്സ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഫൈനലി എനിക്ക് സാറ്റർഡേ അവർ പ്രോഡക്റ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ അൺബോക്സിങ് വീഡിയോ. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ എം ഡൂയിങ് ആൻ അൺബോക്സിങ് വീഡിയോ. 7 പ്രോഡക്റ്റ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒന്ന് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ആൻഡ് ഇതിനകത്ത് 6 പ്രോഡക്റ്റ്സ് ആണുള്ളത്. ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന്. അയ്യോ, ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഒരു അൺബോക്സിങ് വീഡിയോ കൂടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കോസ്മെറ്റിക് മേക്കപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഇങ്ങനെ ഒരു ബൾക്കായിട്ട് ഞാനിങ്ങനെ വാങ്ങിക്കുന്ന ആദ്യമായിട്ടാണ്. ആൻഡ് ഇത് കൊള്ളാം. ഇത് ഇങ്ങനെയൊക്കെയാണ് പാക്കേജ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒന്ന്, അയ്യോ എന്താ ഇത് ഇത് കൊള്ളാലോ. ഇത് കൊള്ളാല്ലേ? ഓക്കെ, 1 2 3 ഉള്ളിൽ ഇതെന്താ സാധനം? യെസ്, ഇത് വേറൊരു സാധനം. 1 2 3 4 5. അയ്യോ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മിസ്സിംഗ് ആണ്. ഓ മൈ ഗാഡ്, അതെവിടെ പോയി? ഞാൻ ആക്ച്വലി ഒരു വൺ പ്രൊഡക്റ്റ് ഇല്ല ഇതിനകത്തുണ്ട്. ഇതിനുള്ളിലുണ്ടായിരുന്നു, ഞാനത് കണ്ടില്ല. ഓക്കെ, ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്തത് ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇത് പാക്കിൻ്റെ സ്റ്റുഡിയോ HD ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഇത് എൻ്റെ ഷെയ്ഡ് എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെയ്ബെലിൻ്റെ ഷെയ്ഡ് 310 ആയിരുന്നു. അതിൻ്റെ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. മെയ്ബെലിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അതിൻ്റെ ഒരു ഷെയ്ഡ് 310 ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ അതെൻ്റെ സ്കിന്നിലിട്ടിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അത് വല്ലാണ്ട് ഓക്സിഡൈസ് ആയിപ്പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഫൗണ്ടേഷൻ വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറേ റിസർച്ച് ചെയ്ത് കുറേ ആൾക്കാർ എൻ്റെ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഫൈനലി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു ഷെയ്ഡിൽ ഞാൻ വന്ന് നിൽക്കുന്നത്. ഇത് ഷെയ്ഡ് 3 ആണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഞാനിപ്പോൾ നോക്കുമ്പോഴും 905 905 രൂപ എന്തോ ആണ്. പക്ഷേ എനിക്കിത് ഓഫറിൽ കിട്ടിയത് 712 712 രൂപയ്ക്കാണ്. ബട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാൻ ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങിക്കണേ. അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ആൻഡ് ഞാനിപ്പോൾ എൻ്റെ സ്കിന്നിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ഒരു സ്കിൻ കെയർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ആൻഡ് അയ്യോ, ഇതെൻ്റെ ഷെയ്ഡ് തന്നെ ആയിരിക്കണേ ദൈവമേ, എനിക്കറിയില്ല. അയ്യോ, ഞാൻ ഇതെടുത്തത് കുറച്ച് കൂടി പോയി. ബട്ട് ഐ വാണ്ട് ടു അപ്ലൈ ദിസ് ഓൺ മൈ സ്കിൻ. അപ്ലൈ നോക്കട്ടെ. ഇതെനിക്ക് ചേരുന്ന ഷെയ്ഡ് തന്നെയാണ്. യെസ്, ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാങ്ങിച്ചത് വേറൊരു പ്രൊഡക്റ്റ് എന്തെന്ന് വെച്ചാൽ ഈ ഒരു മാസിൻ്റെ ക്യാൻസൽ കൺസീലർ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാരമൽ ചാം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ആൻഡ് ഇറ്റ്സ് നമ്പർ 07. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഫൗണ്ടേഷൻ നോക്കി വാങ്ങിച്ച പോലെ തന്നെ നോക്കിയതാണ്. എൻ്റെ ഫേസിൽ കുറച്ച്
അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ലൈറ്റിൽ കാണുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ആക്ച്വലി എനിക്ക് തോന്നുന്നു നാച്ചുറൽ ലൈറ്റൊക്കെ വരുമ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെയൊക്കെ വേറെ ഷെയ്ഡൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ ടു അപ്ലൈ ദിസ്. ഇതിനി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ വേറെ വീഡിയോ വല്ലതും നോക്കി പഠിക്കണം. നോക്കട്ടെ. ഇതെനിക്ക് തോന്നുന്നു ഇത് എനിക്ക് കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഒരു ഷെയ്ഡായിരുന്നു വേണ്ടത്. ഐ ഡോണ്ട് നോ. കാരണം ഞാൻ കുറേ റിവ്യൂസൊക്കെ ചെക്ക് ചെയ്തു. യെസ്, ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യാത്തതും ഇത് ചെയ്തതും. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലാവുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടുത്തെ ഒരു ഡാർക്ക്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് നേരത്തെ ഉള്ളതുപോലെ തന്നെയാണുള്ളത്. ആൻഡ് ഇതും വേസ്റ്റ് ആയില്ല. ലെറ്റ്സ് സീ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അടുത്തതായിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാറ്റ് ലിപ് ലൈനർ വാങ്ങിച്ചു. ഞാൻ കുറേ ആയിട്ട് ലിപ് ലൈനർ വാങ്ങിക്കണം എന്ന് ഞാൻ ആക്ച്വലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എൻ്റെ ലിപ് ലൈനർ ഉണ്ടായിരുന്നില്ല. ഞാൻ ലിപ് ലൈനർ ഇല്ലാണ്ട് ഞാൻ വെറുതെ പ്ലെയിൻ ആയിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് ചെയ്യാറ്. പക്ഷേ റീസെൻ്റ്ലി ആണ് ഞാൻ ആക്ച്വലി എനിക്ക് ലിപ് ലൈനർ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെന്താ പറയുക, ഞാൻ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ ഒരു ലിപ് ലൈനറിൻ്റെ കൂടെ ഒന്നും കൂടെ, അതായത് ക്വാണ്ടിറ്റി മിനിമം 2 ആണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ യൂഷ്വലി ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാറ്. ഇതെൻ്റെ ഫസ്റ്റ് പർച്ചേസാണ് നൈക്കിയിൽ. അപ്പോൾ അതിൻ്റെ MRP കാണിച്ചത് 69 എന്തോ ആണ്. ഇത് എനിക്ക് ഓഫറിൽ 49 or 50, എനിക്ക് റേറ്റ് 50 or 51, 49 ആ ഒരു റേഞ്ചിൽ എന്തോ എനിക്ക് ഈ ഒരു സാധനം കിട്ടിയത്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഞാനൊരു ലിപ് ലൈനർ, എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ബ്രാൻഡഡ് ഒന്നും അല്ലാതെ ചെറുതിലെ എപ്പോഴും എനിക്ക് എവിടെ നിന്നോ കിട്ടിയൊരു സാധനം. ഇതാണ് ഞാൻ ആക്ച്വലി നോക്കിയിരുന്ന് വാങ്ങിച്ച ഒരു ലിപ് ലൈനർ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഷെയ്ഡ് നമ്പർ 12 ആണ്. ഒരു ഡിഫറൻസ് എനിക്കറിയില്ല. റീസെൻ്റ് എനിക്ക് എന്തോ ഇതിൻ്റെ കൂടെയൊക്കെ ഒരു മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ കൂടെയൊക്കെ എന്തോ വല്ലാത്തൊരു ആക്രാന്തം വന്നു. ഞാൻ വിചാരിച്ചിട്ടൊക്കെ വാങ്ങിക്കാം. പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡാണ്. ബ്യൂട്ടി ബ്ലെൻഡ് സ്പോഞ്ചാണത്. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സ്പോഞ്ച് ഉള്ളതാണ്. പക്ഷേ ആ സ്പോഞ്ച് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ അതേതാ ബ്രാൻഡെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അതെങ്ങനെയോ വാങ്ങിച്ചതാണ്. അതിനുശേഷം പിന്നെ എൻ്റെ കയ്യിൽ ബ്ലെൻഡർ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ബ്രഷോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്രഷ് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാം കൂടെ ഞാൻ കാർഡിൽ ആഡ് ചെയ്തപ്പോൾ ഒരു 3000 മുകളിൽ പോയി. പിന്നെ ഞാൻ അതിനകത്തുനിന്ന് കട്ട് ചെയ്തിട്ട് ഒരു 1800 റേഞ്ചിലേക്ക് വരുന്ന രീതിയിൽ ഞാനിപ്പോൾ പ്രൊഡക്ട്സ് വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്ത് ഓഫ് കോഴ്സ് എനിക്കൊരു ബ്ലെൻഡർ വേണമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്പോഞ്ച് തന്നെ വാങ്ങിക്കാം. ഇത് എന്താ ബ്രോൺസൺ പ്രൊഫഷണൽ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡ് സ്പോഞ്ചാണ്. ഈ ഒരു ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചത്, ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്തോ 50 or 40 എന്തോ. ഇതിനകത്ത് 400 ആണല്ലോ കൊടുത്തേക്കണേ. പക്ഷേ ഇതെനിക്ക് ചെറിയ പ്രൈസിലാണ് കിട്ടിയത്. എനിക്ക് 50 അത്രയൊക്കെ ഡിഫറൻസ് വരുമോ എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് ഉറപ്പില്ല ഞാൻ എത്രയല്ല വാങ്ങിച്ചതെന്ന്. ഇത് എന്നാലും 400 ഒന്നും കൊടുത്തിട്ട് ഞാനിത് വാങ്ങിക്കത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അടുത്തത് വന്നിട്ട് ഒരു പൗഡറാണ് പ്ലെയിൻ. ഇത് ആക്ച്വലി മെയ്ബലൈൻ്റെ ലൂസ് ഫിനിഷിങ് പൗഡറാണ്, ലൈറ്റ് മീഡിയം. ഇത് ഷെയ്ഡ് വന്നിട്ട് 20 ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ. ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് വരണേ. എനിക്ക് ഈ ഒരു ബോട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യണേ? ഇപ്പം എങ്ങനെ തുറക്കുമോ? എവിടെ നിന്ന് തുറക്കണ്ടേ? അതൊരു മൊത്തത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. സാധനം തന്നിട്ട് തുറക്കാൻ പറ്റില്ല. ഓ, ഇത് ഇങ്ങനെയാണോ? ഓ യെസ്. ഓ, ഇത് ഇങ്ങനെ തിരിച്ചിട്ടായിരുന്നു എടുക്കേണ്ടത്. അതെനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചത് മറ്റേ തുറന്നിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. എന്തുകൊണ്ടത് ഇതെന്താ ഇങ്ങനെ? ഇതിങ്ങനെയല്ലേ? എന്താ ഇത്?
എന്ത് സംഭവം? എന്താ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതെന്ത് സാധനം? ഇതെങ്ങനെ തുറക്കുക? സ്ട്രെസ്സായല്ലോ മനുഷ്യൻ. ഇത് ഇങ്ങനെ ഒരു രീതിയിലുള്ളത് എനിക്കറിയത്തില്ല. ഇതിങ്ങനെ തന്നെയാണോ? ഇതിനകത്ത് ഇനി വേറെ എവിടെയെങ്കിലും തുറക്കാനുള്ള വല്ല മാർഗം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കത് നോക്കണം. One eternity later. We can apply this on our face. ആക്ച്വലി ഞാനത് പ്രോപ്പർ വേയിലല്ല ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്തേക്കണത്. ഞാൻ വെറുതെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്, എനിക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആ ഒരു രീതിയിൽ മാത്രം ഞാനിപ്പോൾ ചെയ്ത് നോക്കിയത്. ആൻഡ് യാ, ഈവൻ ദോ ലുക്സ് ഗുഡ് ഓൺ മീ. ഇത് കൊള്ളാം, എനിക്ക് ചേരുന്ന സാധനം തന്നെയാണ്. ഭാഗ്യത്തിന് ഞാൻ ഓർഡർ ചെയ്തേ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ കൂടെ ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു. ഞാൻ ഈ ഒരു മാസിൻ്റെ ഐഷാഡോ പാലറ്റ്. ഇത് ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 12 ഷെയ്ഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ആക്ച്വലി ഇതും എൽഫിൻ്റെ ഒരു ഐഷാഡോ പാലറ്റും രണ്ടും കൂടെ ഞാൻ കാർട്ടിലിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ രണ്ടിനും ഓൾമോസ്റ്റ് സെയിം പ്രൈസാണ്. പക്ഷേ അതിനകത്ത് ഒരു 4 ഷെയ്ഡാണ് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഒരു 12 ഷെയ്ഡുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഇതെല്ലാം ഒന്നും എനിക്ക് ചേർന്ന ഷെയ്ഡൊന്നും അല്ല. ചേർന്ന ഷെയ്ഡല്ല ഇൻ ദ സെൻസ് ഇത് എല്ലാം ഞാൻ യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാൻ ഇന്നലെ ഇതെനിക്കൊന്ന് മെനങ്ങാനെന്തോ എനിക്ക് കിട്ടിയത്, തേഴ്സ്ഡേയോ വെനസ്ഡേയോ ഇത് മാത്രമായിട്ട് എനിക്ക് കൊണ്ടുതന്നതാണ്. അപ്പം ഇതിനകത്ത് കിട്ടിയപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലിറ്ററും വെച്ചിട്ട് ഞാൻ ഇന്നലെ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. ആൻഡ് യാ, ഇറ്റ്സ് നൈസ് ആക്ച്വലി. എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ എന്തിനാണ് വാങ്ങിച്ചത് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കറിയത്തില്ല. കാരണം ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നിയപ്പോൾ എനിക്കങ്ങ് വാങ്ങിച്ചു. ഇതിൻ്റെ കൂടെ ഞാനൊരു പ്രൈമറും കൂടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൈമർ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ ഈ ഒരു ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് ഫിക്സർ സ്പ്രേ ഞാൻ വാങ്ങിച്ചു. ഇതെനിക്കറിയില്ല. ഇതിൻ്റെ കുറേ റിവ്യൂസ് ഞാൻ ചെക്ക് ചെയ്തു. കുറേയൊക്കെ നെഗറ്റീവ് റിവ്യൂസും ഉണ്ടായിരുന്നു, കുറേ പോസിറ്റീവ്സും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറിയൊരു ബഡ്ജറ്റിലാണ് ഞാനിത് വാങ്ങിച്ചത്. എനിക്ക് ഇത് 200 ഒന്നും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 220 ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ്. എന്തോ MRP കാണിച്ചത്. പക്ഷേ എനിക്ക് ഓഫറിൽ അതിനേക്കാളും കുറച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്കൊന്ന് 150 140 അത്രയും ഡിഫറൻസിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഓക്കെ വാങ്ങിക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ വാങ്ങിച്ചതായത്. XNT മോഷനിൽ അപ്ലൈ ചെയ്യാനാണല്ലോ പറഞ്ഞേക്കണേ. വെറുതെ ഒന്ന് അപ്ലൈ ചെയ്യണം. വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വെൽ ആൻഡ് ഹോൾഡ് ഇറ്റ് 5 minutes on my face. സ്പ്രേ ഇറ്റ് ഓൺ. XNT മോഷനിൽ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണേ. ഞാൻ വെറുതെ ചെയ്ത് നോക്കാം. ടെൻഷൻ ആവുന്നു. ഇതിന് സ്മെല്ലുണ്ട്. യാ, ഐ ഹേറ്റ് ദി സ്മെൽ. സീരിയസ്ലി എനിക്ക് സ്മെൽ എനിക്കിഷ്ടമല്ല. ഇതിൻ്റെ സ്മെല്ല് ഇതാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. വോട്ടോ കുഴപ്പമില്ല. അത്ര വലിയൊരു എനിക്ക് ഈ സ്മെല്ലോ എനിക്കത് ഇഷ്ടമല്ല. എനിക്കറിയത്തില്ല, ഇത് കുറച്ചും കൂടെ അടിക്കണം എന്ന് തോന്നുന്നു അല്ലേ? ഐ ഡോണ്ട് നോ. എനിക്കറിയത്തില്ല ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അത് നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിക്കണം. നമ്മൾ യൂസ് ചെയ്തല്ലേ പഠിക്കണം. അപ്പോൾ കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി ഇട്ട് ഞാനൊരു മേക്കപ്പ് വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. ദാറ്റ്സ് ആൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഐ ഡോണ്ട് നോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണോ ഇൻഫോർമേറ്റീവ് ആണോ ഒന്നും എനിക്കറിയത്തില്ല. ഞാനൊരു റാൻഡം ഇന്ന് പ്രൊഡക്റ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ വിചാരിച്ചാൽ ഓക്കെ ഇന്ന് തന്നെ ചെയ്ത് കളയാം എന്നുള്ളൊരു രീതിയിൽ ഞാൻ ചെയ്തതാണ്. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.